നിങ്ങളേതാ മതം? അതുകൊണ്ട് ഇതിന് നോട്ടീസ് അടിക്കണം, പ്രചരണം വാങ്ങണം, പെർമിഷൻ വേണം. മിമ്പറിലെ ഖുതുബക്ക് പെർമിഷൻ വേണ്ട, നോട്ടീസ് വേണ്ട, ആളെ ക്ഷണിക്കേണ്ട, ഖതീബാരാന്ന് പറയണ്ട. സ്വമേധയാ ലോകത്തെ അരമണിക്കൂർ മനുഷ്യർ സർവാത്മന മനസ്സ് സമർപ്പിക്കുന്ന ഒരു പ്രദേശത്ത് കൂർമ്മ ബുദ്ധിയോടെ കാതുകൂർപ്പിച്ച് നിൽക്കുന്ന ഒരു സൊസൈറ്റിക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും സഹിയായ ഹദീസുകളും ആനുകാലികളും പറഞ്ഞ് അവരുടെ ഹൃദയാന്തരാളങ്ങളെ സമുദ്ധരിക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പലിശക്കെതിരെ തിരുവനന്തപുരത്ത് ഒരു ഖുതുബ നടത്തിയപ്പോ ഒരാൾ വന്നിട്ട് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. സാധേ, എന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശയുടെ ഏറ്റവും ചെറിയ തോത് എന്ന ഹദീസ് ഉദ്ധരിച്ചപ്പോ ഞാൻ എന്റെ ഉമ്മയെ പലതവണ വ്യഭിചരിച്ചവനാകുന്നു ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. കാരണം ഞാൻ പലിശ കോടിക്കണക്കിന് കൊടുക്കാനുണ്ട്. അതാ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയ മാറ്റോ. സൗദിയിൽ ഒരാളെ വിളിച്ചെന്നെ 3-4 ആഴ്ചകൾക്ക് മുമ്പ്, 3-4 മാസങ്ങൾക്ക് മുമ്പ് അയാളെ സമസ്തക്കാരനാ, ഇപ്പൊ മുജാഹിദാ, കേസറ്റ് കേട്ട് നന്നായതാ. അയാൾ പറഞ്ഞു എനിക്ക് 13 ലക്ഷം രൂപ പലിശ കിട്ടാനുണ്ട്. അതെ, സമസ്തക്കാരനായിരുന്ന കാലത്ത് അതൊന്നും ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പലിശയും സുന്നത്തും ഹറാമും വിദഗ്ധത്തും ഒന്നും നോക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഒക്കെ ഓരോരുത്തരെ ഏറ്റെടുത്താലേ ഏതെങ്കിലും ഒരു ദർഗയിൽ 10 രൂപ എടുത്താൽ തീരും. പക്ഷെ മുജാഹിദായനോടുകൂടി നല്ല നിലക്ക് ജീവിക്കണല്ലോ, അതുകൊണ്ട് പലിശ എന്ത് ചെയ്യണം ആലോചിക്കും. ഇത് ഞാൻ വെറുതെ പറയില്ല, ഇത് കേട്ടാൽ ചിലപ്പോ സമസ്ത മുസ്ലിയാക്കന്മാർക്ക് സമസ്തക്കാർക്കൊക്കെ ഈ വെന വിടരുത് എന്ന് തോന്നും. പക്ഷെ ഹക്ക് തല്ലേന്ന് ഇന്ന് രാത്രി പോയി കടന്നുറക്കുമെന്ന് ആലോചിച്ച് നോക്ക്. 5 കൊല്ലം 10 കൊല്ലം മിമ്പറിൽ അറബിയിലെ ഖുത്ബ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് മനസ്സിലായോ? ഇത് മനസ്സിലാക്കാൻ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയാം. ഈ പഠിക്കല് നിങ്ങൾ വേണേ പരിശോധിച്ചോ. ഈ പഠിക്കലിലെ സമസ്തയിലെ ഏറ്റവും കച്ചറ കളിക്കുന്ന 2 കുട്ടികളെ, എല്ലാ തമ്മാടുത്തോളം 2 ചെറുപ്പക്കാരെ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകുമല്ലോ. മുജാഹിദാന്ന് പറയും, സുന്നിയാന്ന് പറയും, ജമാഅത്തറിയും, കള്ളു കുടിക്കും, വ്യഭിചരിക്കും, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളെ. അതിൽപ്പെട്ട 2 സമസ്ത കുട്ടികളെ 5 കൊല്ലം നിങ്ങൾ നിരീക്ഷണത്തിന് വിധേയാക്കുക. ഒരാളെ അറബിയിൽ കുത്തു പറയുന്ന പള്ളിയിലും ഒരാളെ മുജാഹിദുകളുടെ മലയാളത്തിൽ കുത്തു പറയുന്ന പള്ളിയിലും കൊണ്ടുവരാം. അതായത് സമസ്തയിൽപ്പെട്ട 2 കുട്ടികളെ 5 കൊല്ലം കൊണ്ട് ഇവരുടെ സാംസ്കാരികമായ സ്കെയില് വളർച്ചയും പ്രോഗ്രാമും നിങ്ങൾ പരിശോധിക്കുക. അത്ഭുതകരമായ ഒരു സംഭവം കാണാൻ കഴിയും. 5 കൊല്ലം സമസ്തയുടെ അറബിയിലെ കുത്തുബ കേട്ടവൻ പഴയനേക്കാൾ മോശമായിട്ടുണ്ടെന്നും 5 കൊല്ലം മുജാഹിദുകളുടെ കുത്തുബ കേട്ട പയ്യൻ സാംസ്കാരികമായി ഉയർന്നിട്ടുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഇതിൽ കൂടുതൽ ഒരു സമൂഹത്തെ വേർതിരിച്ച് പച്ചക്ക് പറയാൻ എനിക്ക് വാക്കുകളില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമുദായം നന്നാകാൻ പള്ളി മിമ്പറുകളില്ലാതെ റസൂലിന്റെ കുത്തുബ എന്താ? ഇനി ഇങ്ങക്കാർക്കെങ്കിലും അറിയോ? മലയാളം നാട്ടില് അറബിയിലെ കുത്തുബ പറയൽ ഇസ്ലാം അനുവദിച്ചതല്ല, വിശുദ്ധ ഖുർആൻ എതിരാത്. കേരളക്കരയിൽ ദഅവത്ത് അറബിയിൽ നടത്തൽ ഇസ്ലാം എതിർത്ത കാര്യമാണ്. ഖുർആന്റെ വചനം പറയുന്നത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുദില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 4-ാമത്തെ വചനം. എന്താ ഇതിന്റെ അർത്ഥം? കേട്ടോളി. സമസ്തക്കാരൻ നിങ്ങൾക്ക് ഇത് കേൾക്കാനുള്ള ഭാഗ്യമല്ല, അതുകൊണ്ടാ പറയുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ ബിലിസാനി ഖൗമിഹി, ആ ജനങ്ങൾ എന്തൊരു ഭാഷക്കാരാണോ ആ ഭാഷയിലെ പ്രവാചകന്മാരെ അയക്കൂ. എന്തിന് ലിതുബയ്യിന ലഹും, അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ. കാര്യങ്ങൾ വിശദീകരിക്കണേ ജനങ്ങളെ ഭാഷയാകണോ? ചങ്ങായി, വിശുദ്ധ ഖുർആന 14-ാം അധ്യായം 4-ാമത്തെ വചനം നോക്ക്. അതുകൊണ്ടാ ഈസാ നബി അരാമിക് ഭാഷ സംസാരിച്ച് മൂസാ നബി ഹീബ്രു ഭാഷയിൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു അറബികൾക്ക് അറബിയിലാ പറഞ്ഞു കൊടുത്ത്. റബ്ബി ഇശ്റഹ് ലി സദ്രി നല്ല മൂസാ നബി ഇതുവരുന്നത് ഹീബ്രു ഭാഷയിൽ അതുവരുന്നത്. ഹീബ്രു ഭാഷ എന്തേ അള്ളാഹു അറബികൾക്ക് പരിചയപ്പെടുത്താത്തത്? അവർ അറബികളാണ്. ലിസാനൻ അറബി, വ്യക്തമായ അറബിയായിരുന്നു അവരുടെ ഭാഷ. അതുകൊണ്ട് അറബികൾക്ക് ഇംഗ്ലീഷിലെ നബി പോരാ, മലയാളി നബി പോരാ. എന്നാൽ അറിഞ്ഞോ, ഈ ആയത്തിന്റെ താല്പര്യം അറിഞ്ഞോ? സെലഫുകൾ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെങ്ങാനും ഒരു നബി വരികയാണെങ്കിൽ പ്യൂർ മലയാളമായിരിക്കും അദ്ദേഹത്തിന്റെ റോട്ടിലെ പ്രസംഗം ഖുത്ബയും. നബി അങ്ങാടിയിൽ ഇനി സമസ്തക്കാരന്റെ വാശി കേട്ട പേര് ഭയങ്കര ഇത്തിബാഉർ റസൂല്. നബി അറബിയിൽ കുത്തും, അതുകൊണ്ട് അതൊരു ഇബാദത്താണ്, ഞങ്ങൾ അതേ ചെയ്യൂ. നിങ്ങൾക്ക് ഇതിന്റെ കുട്ടൻസ് മനസ്സിലായിക്കോ? പറഞ്ഞുതരാം. മിമ്പറിൽ അരമണിക്കൂറത്തെ കുത്തുബ ജനങ്ങളെ നന്നാക്കാനാ. ജനങ്ങൾ നന്നായ പിന്നെ മുസ്ലിയാക്കന്മാർക്ക് ജീവിക്കാൻ കഴിയോ? അത് തിരിയരുത്. റോട്ടില് മുജാഹിദുകൾക്കെതിരെ പ്രസംഗിക്കുന്നതോ ആളുകളെ പേപ്പിക്കാനാ, അത് തിരിയണം. അത് മലയാളത്തിൽ. ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നബി ഉക്കാല ചന്തയില് മലയാളത്തിലും മിമ്പറിൽ അറബിയിലും ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്? നബി ഉക്കാലയിലും അറബിയില്, ഭാര്യയോട് സംസാരിക്കുന്നു അറബിയില്, നാട്ടുകാരോട് സംസാരിക്കുന്നു അറബിയില്, കത്തയക്കുന്നു അറബിയില്,
ആ നബി മിമ്പറിൽ കയറി അവിടെ അറബി. കാരണം അങ്ങാടിയിലും റോട്ടിലുള്ള അതേ ആളുകളാ മിമ്പറിന്റെ ചോട്ടില്. അവരോട് അങ്ങാടിയിൽ നിന്ന് മലയാളത്തിൽ പറഞ്ഞു, മിമ്പറിലും മലയാളത്തിൽ പറഞ്ഞു. അങ്ങനെയാ നമ്മളിവിടെ, അങ്ങനെയാ. റസൂലുള്ളയോ അങ്ങാടിയിൽ അറബി പറഞ്ഞു, മിമ്പറിലും അറബി പറഞ്ഞു. അപ്പൊ ഇങ്ങക്കല്ല തെളിവ്, ഞങ്ങൾക്കാ തെളിവ്. നബി മിമ്പറിൽ അറബിയിൽ ഖുത്ബ എന്നുള്ളത് ഇങ്ങക്കല്ല, ഞങ്ങൾക്കാ തെളിവ്. നിങ്ങളുടെ തെളിവല്ല അത് മറക്കണ്ട, ഞങ്ങളുടെ തെളിവാണ്. അതുകൊണ്ട് ആലോചിച്ചോ, കൃത്യമായി ആലോചിച്ചോ. ഇവിടുത്തെ മിമ്പറുകൾ നല്ല ആയത്തും, നിങ്ങൾ മലയാളത്തിൽ പറയുന്നതിന് ഞങ്ങൾക്ക് പേടിയുണ്ട്. എന്താ പേടി? ഖുറാഫാത്തും ബിദ്അത്തും ശിർക്കും നാളെ പറയാനുള്ളത്. നിങ്ങൾ ഖുർആനും സുന്നത്തും പറഞ്ഞ് മലയാളത്തിൽ പ്രസംഗിച്ച ഞങ്ങളെ പണി കുറെ കുറഞ്ഞു. ആ പണി നിങ്ങൾ എടുക്കണം. അത് നിങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാ. എന്റെ വാക്കുകൾക്ക് മൂർച്ചയൊക്കെ നിങ്ങൾക്ക് തോന്നാ, അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാ. കേട് വന്നൊരു കുട്ടിയെ നന്നാക്കാൻ ഒരു പിതാവ് ചിലപ്പോൾ വടിയെടുക്കും. ബൈപ്പാസ് സർജറി നടത്തേണ്ട ഒരു രോഗിക്ക് ഡോക്ടർ കത്തിയെടുക്കും. അത് കാരുണ്യമാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിലോ ഇവിടെയുള്ള ആരോടെങ്കിലും ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾ എപ്പോഴറിയോ? മത്സരയിൽ ഈ ഹൃദയത്തിന്റെ ശുദ്ധി അവിടെ ബോധ്യപ്പെടുത്തുമ്പോ. ഇവിടെ ബോധ്യപ്പെടുത്താൻ മാർഗമില്ലല്ലോ. ഞാൻ പറയും നിങ്ങൾ വിശ്വസിക്കല്ലാതെ രക്ഷയില്ല. എന്റെ ഹൃദയത്തിൽ എന്താ നിങ്ങൾ കാണുന്നില്ല. പക്ഷേ ആഖിറത്തിൽ നിങ്ങൾക്ക് അത് വെളിവാകുമ്പോ അന്ന് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അലം യഅതികും നദീർ ഖാലു ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇന്നൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? പഠിക്കല് വന്നിരുന്നു. ഞങ്ങൾ ചെവിയൊന്നും കൊടുത്തില്ല. വഹാബികള് പുത്തംവാദികള് എന്ന് പറയും. അങ്ങനെയല്ല, ചെവി കൊടുത്തു നോക്ക്, കേട്ടു നോക്ക്. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കും. കേരളത്തിലെ കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ ഇങ്ങേ തിരുവനന്തപുരത്ത് കന്യാകുമാരി വരെ പലതവണ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാ ജില്ലകളിലും കുറച്ചൊക്കെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ജില്ലകളിലൊക്കെ കുറ്റകൃത്യങ്ങളുടെ റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പത്രദ്വാര മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോളെ, ഈ കുറ്റവാളികളുടെ ഇപ്പൊ നിങ്ങൾക്കറിയാം കോഴിക്കോട് കരിപ്പൂര് ഇവിടെ വിമാനത്താവളം തൊട്ടടുത്ത്. ഈ കരിപ്പൂര് വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടത് മുസ്ലിങ്ങളെ കുങ്കുമം കടത്തിയിട്ടും മയക്കുമരുന്ന് കടത്തിയിട്ടും ഒക്കെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലക്കാരെ. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടിട്ടുള്ളത് കൊല്ലം ജില്ലക്കാരാണ്. എന്താണ് പ്രശ്നം? ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. വൈകാരികതയല്ലേ ഞാൻ പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് വിവരം വളരെ കുറവ്. കൊല്ലത്തും എന്തുകൊണ്ട്? ഏറ്റവും കൂടുതൽ ദർഗയും ഏറ്റവും കൂടുതൽ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന ഈ സ്ഥലം കേരളത്തിലെ ജില്ലകളിൽ ഒന്ന് കാസർഗോഡും മറ്റൊന്ന് കൊല്ലവും. മുസ്ലിയാക്കന്മാരാൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെടുന്ന. മാത്രമല്ല, ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ നിങ്ങൾ പത്രകോളം എടുക്കുക, മലയാള പത്രങ്ങൾ, മലയാള മനോരമയോ മാതൃഭൂമിയോ കേരള കൗമുദിയോ മാധ്യമോ ചന്ദ്രികയോ എന്തോ, അതിൽ മുസ്ലിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടാവില്ല. അവിടെ കൊള്ള ചെയ്തു, ഇവിടെ പിടിച്ചുറച്ച് അബ്ദുൽ ഖാദറിനെ പിടിച്ചു, അവിടെ കാറ് മോഷണം, ബഷീർ എന്നൊക്കെ. ഇങ്ങനെ നിങ്ങൾ ഈ ആളുകളുടെ പിക്ചർ, ഈ ആളുകളുടെ അഡ്രസ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു മാസക്കാലത്തെ മുഴുവൻ മുസ്ലിം കുറ്റവാളികളുടെയും FIR തയ്യാറാക്കിയ പോലീസുകാരോട് അവരുടെ അഡ്രസ് വാങ്ങുക. ആ അഡ്രസ് വാങ്ങി നിങ്ങൾ കയറി ചെല്ലുന്ന മിക്ക സ്ഥലവും അറബിയിൽ ഖുതുബ നടക്കുന്ന സ്ഥലമായിരിക്കും. മുജാഹിദുകളില്ലാത്ത ഏരിയയിൽ. മുജാഹിദുകൾ എവിടെ കൂടുതലുണ്ടോ അവിടെ കുറ്റകൃത്യങ്ങൾ കുറയും. ഇത് എന്റെ അധികപ്പയറ്റാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ പരിശോധിച്ചു. അറബിയിലെ ഖുതുബ കേട്ട് മലയാളത്തിലെ ഖുതുബ കേൾക്കാൻ വിധിക്കപ്പെടാത്തവർ, ജീവിതത്തിൽ ഇസ്ലാമിനെ കൃത്യമായി പരിചയപ്പെടാത്തവർ, അവരാണ് കുറ്റവാളികളായി പോകുന്നത്. ഞാൻ തുറന്നു പറയണം, ഞാൻ അഹങ്കാരം ഒന്നും പറയല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ട്രെയിനിങ് കൊണ്ട് കോച്ചിങ് കൊണ്ടും ഈ കുട്ടികളൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ തെമ്മാടികളായി പോകും. ഇന്നത്തെ എല്ലാ തിന്മയിലും ഖുർആനും ഹദീസും നേർക്ക് നേരെ ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന കേസറ്റുകളാണ് എത്രയോ ആയിരക്കണക്കിന് യുവാക്കളെ പരിവർത്തിപ്പിച്ചത്. ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് കൂടിയ ആയിരക്കണക്കിന് യുവാക്കൾ ചോദിച്ചു നോക്ക്. നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നവര്, ഇവിടുത്തെ അറബിയിലെ ഖുതുബ കേട്ടവരായിരുന്നവര് 2 കൊല്ലം വരെ, 5 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ, അല്ല 5 മാസങ്ങൾക്ക് മുമ്പ് വരെ, അല്ല 2 മാസങ്ങൾക്ക് മുമ്പ് വരെ, അല്ല കഴിഞ്ഞ മെനയാന്ന് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 ദിവസം മുമ്പ് മുജാഹിദായ ആളുകൾ. ഇതുകൊണ്ട് ഇതൊന്നും സാധാരണ പബ്ലിക്കിൽ എല്ലാവരും തുറന്നു പറയില്ല. കാരണം കുറച്ച് ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് വർത്താനം. എനിക്ക് നല്ല ഉറപ്പാ. പക്ഷെ ഞാനൊരു കാര്യം ഉറച്ച് വിശ്വസിച്ച ആളാണ്. ഇങ്ങനെയല്ലാതെ ഈ സമൂഹത്തെ നന്നാക്കാൻ മയപ്പെടുത്തൽ കൊണ്ട് സാധിക്കെങ്കിൽ സോൾഡാറ്റിക്കാണ് അംഗസംഖ്യ കൂടണ്ടേ. അത് ക്ലോസറ്റിലെ വെള്ളം പോലെയാ. വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം ഉണ്ടാവും, പിന്നീട് പോയാൽ ആ ലെവലിൽ എപ്പോഴും നോക്കും. ജമാഅത്തെ ഇസ്ലാമി ഒരു നാട്ടിൽ 10 ആളുണ്ട്, ഒരാൾ മരിച്ചാൽ പിന്നെ 9. എന്താ? അതായത് മയപ്പെടുത്തിയാലേ ആളുകൾ കേൾക്കൂ, സ്വീകരിക്കുന്നതാണല്ലോ.
മയപ്പെടുത്തിയാലേ ആളുകൾ കേൾക്കുകയും സ്വീകരിക്കുകയില്ലെങ്കിൽ സോളിഡാരിറ്റിയിലല്ലേ അംഗസംഖ്യ വർദ്ധിക്കേണ്ടത്? ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ പ്രാസംഗികരിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളുകളുടെ പ്രസംഗത്തിലൂടെയാണ് ആളുകൾ മാറിയത്. അതെന്താ? നേരെ മറിച്ച് ഒന്ന്